ഹായ് ആൾ, ഞാൻ അൻസി. ഞാൻ അടുത്തൊരു കുക്കിംഗ് വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ സാലഡാണ്. നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാനിവിടെ വെള്ളക്കടല ജസ്റ്റ് ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഒന്ന് സോട്ട് ചെയ്യാൻ പോവാണ്. ഇതിലിപ്പോൾ ഞാൻ കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട്. കുറച്ച് ഒരു ഹാഫ് ടീസ്പൂൺ ടെർമറിക് ഇടുകയാണ്. കുറച്ചൊരു എരിക്ക് വേണ്ടിയിട്ട് ഒരു 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന കടല ചേർക്കാം. സോ ഞാൻ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന വൈറ്റ് കടല ചേർക്കുവാണ്. ഇതിൽ ഓൾറെഡി ഞാൻ ഉപ്പിട്ട് വേവിച്ചതാണ്. ബാക്കി പിന്നെ നമുക്ക് സാലഡ് ചെയ്തതിന് ശേഷം ഉപ്പ് മതിയോ എന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്ത് വെച്ചാൽ മതി. അത് കഴിഞ്ഞു. ഇതിലിനി നമുക്ക് വേണ്ടത് വെജീസാണ്. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഒരു ചെറിയ ബൗളിൽ കുക്കുംബർ, ദെൻ ടൊമാറ്റോ, ക്യാരറ്റ്, പിന്നെ കുറച്ച് മല്ലിയിലയും ഒനിയനും, കുറച്ച് ഒരു പേരിന് വേണ്ടി ഒരു ജിഞ്ചറും. അത് ചെറുതായിട്ടൊന്ന് ചെറിയൊരു എരി വരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇതെല്ലാം കൂടെ ഒരു വലിയ ബൗളിലോട്ട് മാറ്റിയിട്ട് മിക്സ് ചെയ്യണം. സോ ഞാനിവിടെ ഫസ്റ്റ് നമ്മളിപ്പോൾ വേവിച്ച് വെച്ചിരുന്ന ബട്ടറും ചില്ലി ഫ്ലേക്സും വെച്ച് സോട്ട് ചെയ്ത് വെച്ചിരുന്ന വെള്ളക്കടല ചേർക്കുവാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുക്കുംബർ. ഈ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. അത് മാക്സിമം പറ്റുവാണെന്നുണ്ടെങ്കിൽ ആ കടലയുടെ സൈസിനെക്കാട്ടിയും കൂടുതൽ ആവരുത്. കടലയുടെ സൈസോ അല്ലെങ്കിൽ അതിനെക്കാട്ടിയും കുഞ്ഞായിട്ടിരിക്കണം. ഞാനിപ്പോൾ അടുത്ത ടൊമാറ്റോ ചേർത്തു. ഇനി ക്യാരറ്റ്. ഇതൊന്നും വേവിച്ചതല്ല, ജസ്റ്റ് ഫ്രഷായിട്ട് എടുത്തത് അരിഞ്ഞ് വെച്ചേക്കുന്നതേ ഉള്ളൂ. കടല മാത്രമാണ് നമ്മൾ വേവിച്ച് ചേർക്കുന്നത്. ദെൻ ജിഞ്ചർ, ഒരു കുഞ്ഞു പീസ് മതി കേട്ടോ. പിന്നെ ഒരു ചെറിയ സവാളയുടെ കുഞ്ഞായിട്ട് അരിഞ്ഞത്. ദെൻ ഒരു പിടി മല്ലിയില. ഇനി നമുക്കിതിൻ്റെ ഒരു ഡ്രസ്സിങ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സോക്ഡ് കാഷ്യൂ, ബോയിൽ ചെയ്ത ബ്രോക്കോളി, ഒരു മുട്ടയുടെ വെള്ള, ഒരു ഗാർലിക്ക്, ഒരു ചെറിയ പീസ് ഗാർലിക്ക്, കുറച്ച് വിനാഗിരി വേണം, ഒരു ഹാഫ് ടേബിൾ സ്പൂൺ, ഒരു ഗ്രീക്ക് യോഗേർട്ട് വേണം 2 ടേബിൾ സ്പൂണ്. പിന്നെ ഇത് ഓപ്ഷണലാണ്, ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, മസ്റ്റല്ല. ഇത് ഹെമ്പ് സീഡ്സ് ആണ്. പിന്നെ വേണ്ടത് സിനമൺ പൗഡർ, ഒരു പിഞ്ച് മതി. നമുക്കിതപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നല്ല ക്രീമി കൺസിസ്റ്റൻസിയിൽ വരും. അപ്പോൾ നമുക്കത് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ ഞാൻ കുറച്ച് സോൾട്ടും കൂടെ ഇടുവാണ്. നമ്മൾ കടല വേവിച്ചപ്പോൾ മാത്രമല്ലേ സോൾട്ട് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് സോൾട്ടും കൂടെ അല്പം ഇടുക. നമുക്ക് മിക്സ് ചെയ്ത് ടേസ്റ്റ് നോക്കാം. നല്ല ക്രീമി ഇതായിട്ടാണ് വരുന്നത്. പ്ലെയിൻ സാലഡ് ഒന്നും ഇഷ്ടമില്ലാത്തവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇത് പ്രോട്ടീൻ റിച്ച് സാലഡ് ആയതുകൊണ്ട് വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവർക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം. ഇത് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതല്ല കേട്ടോ, ഞാൻ ടേസ്റ്റ് നോക്കി, നല്ല അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ശരി, ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം.